back to my AK's online classes. Hope you all are safe at home. Okay, here I am taking mathematics subject for plus 1 students, and the chapter which I am dealing is relations and functions, and we completed our second chapter, that is relations and function. Next we are going to see some previous year question papers. Okay, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസിന് ഒന്ന് അനലൈസ് ചെയ്തിട്ട് വി വൈൻഡ് അപ്പ് ദി സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 2020 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇഫ് എ ഈസ് ഈക്വൽ ടു എ ബി സി. എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്, എ ബി സി എന്ന് പറയുന്നതാണ് അതിലെ എലമെൻറ്റ്സ്, ബി ഈസ് ആൻ അനദർ സെറ്റ്, ദ എലമെൻറ്റ് ഓഫ് ദി സെറ്റ് ബി ഈസ് എക്സ് വൈ, ദെൻ റൈറ്റ് എ ക്രോസ് ബി. എ ക്രോസ് ബി കണ്ടുപിടിക്കാണ്. വാട്ട് ഈസ് എ ക്രോസ് ബി? ദാറ്റ് ഈസ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം എ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഈസ് ഗിവൺ ബിലോ. ഗ്രാഫ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് പറഞ്ഞത് റൈറ്റ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് ടു, എഫ് ഓഫ് ടുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, റൈറ്റ് ദ റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ, ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ. ഇത് ഏത് ഫംഗ്ഷനാണെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് നിന്ന് ഏതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. So, shall we move to our first question? Our first question is if A is equal to ABC, B is equal to XY, then write A cross B. So, what is A cross B? A cross B is a set of all ordered pairs of AB such that A belongs to capital A and B belongs to capital B. നമ്മൾ പഠിച്ചു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അപ്പോൾ എന്താണ് A cross B എന്ന് പറയുന്നത്? ഫസ്റ്റ് എലമെൻറ്റ് A X A Y, B X B Y, സി എക്സ് സി വൈ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. എ ക്രോസ് ബി തന്നിട്ടുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് എലമെൻറ്റ് എ എന്നായിരിക്കണം, സെക്കൻഡ് എലമെൻറ്റ് ബിയിലായിരിക്കണം. സോ വി ഗോട്ട് how many ordered pairs? 6 ordered pairs. 1 2 3 4 5 6. ക്ലിയർ ആയല്ലോ? ax ay bx by cx cy നമ്മൾ പഠിച്ചതാണ്. നമുക്ക് അതിൻ്റെ ആരോ ഡയഗ്രം എങ്ങനെ ആയിരിക്കും? എ എന്ന് പറയുന്നത് എ ബി സി, ബി എന്ന് പറയുന്നത് എക്സ് വൈ, എയിൽ നിന്നും 2 പെയർ എ എക്സും എ വൈയും, ബിക്ക് 2 പെയർ ബി എക്സ് ബി വൈ, സിക്ക് 2 പെയർ സി എക്സ് സി വൈ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വി ഹാവ് ഗിവൺ എ ഗ്രാഫ് and we have to find out what is f of 2 and the range of this function and what function is this. നമുക്ക് ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ കുറച്ച് സം ബേസിക് ഫംഗ്ഷൻ ആൻഡ് ഗ്രാഫും പഠിച്ചു അല്ലേ നമ്മൾ. അപ്പോൾ in that classes I explained this is a graph of f of x that's equal to what? Modulus of x, because for a modulus of x the range is positive. നമുക്ക് ഇന്നറിയാം ഇതിൻ്റെ എല്ലാ വാല്യൂസ് എവിടെയാണ്? പോസിറ്റീവിലാണ് കാണാൻ, പോസിറ്റീവ് വൈ ആക്സിസിലാണ് ഇതിൻ്റെ എല്ലാ വാല്യൂം. സോ ഇറ്റ് ഈസ് എ മോഡുലസ് ഓഫ് എക്സ്. You should study this shape of this graph of a modulus function. ഞാൻ modulus function എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഷേപ്പ് എന്താണെന്ന് പഠിച്ചിരിക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് എക്സിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഈസ് ഓൾവേസ് ലൈക്ക് ദിസ്. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ സം ചേഞ്ചസ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മേ ബി ചേഞ്ച്ഡ് സംവേർ. എന്താ പറയുന്ന ഈ കോണ്ടാക്ട് ഒറിജിൻ എവിടേക്ക് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആയാലും ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് മോഡുലസ് എക്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഈ 2 ലൈനും ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ എക്സ് വൈ ആക്സിസിലോട്ടോ എക്സ് ആക്സിസിലോട്ടോ നെഗറ്റീവ് വൈ ആക്സിസിലോട്ടൊക്കെ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് എഫ് ഓഫ് 2? What is f of 2? When x is equal to 2, x is 2 ആകുമ്പോൾ what is f of 2? f of 2 is 3. നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടി. വാട്ട് ഈസ് എഫ് ഓഫ് 2? 3. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റേഞ്ച് ഓഫ് ദിസ്. വാട്ട് ആർ ദ റേഞ്ച്? ഏതൊക്കെയാണ് വാല്യൂസ്? 0ക്ക് 1 ആണ്, അപ്പോൾ 1 കിട്ടി. 1ന് 2 കിട്ടി, 2ന് 3, 3ക്ക് 4, 4ന് 5, 5ന് 6. അപ്പോൾ എത്രയാണ് ഇത്? 1 2 3 4 5 6. 0 വരുന്നില്ല, കാരണം ഇവിടെ എന്താ? 0ൽ 1 ആണ് വാല്യൂ, അപ്പോൾ 0 വരുന്നില്ല. -1ന് എന്താണ്? 2, -2ന് 3, -3ക്ക് എത്രയാണ്? 4, -4ന് 5, -5ന് 6. സോ ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് 1 2 3 4 5 6 ബിലോങ്സ് ടു ആർ പോസിറ്റീവ്. ക്ലിയർ ആയല്ലോ? പോസിറ്റീവ് റിയൽ നമ്പർ ആണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വിച്ച് ഫംഗ്ഷൻ ഈസ് ദിസ്. ഓക്കെ, that means നമുക്ക് ആ ഗ്രാഫ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ്? ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് എ മോഡുലസ് ഫംഗ്ഷൻ. കാരണം ഓൾവേസ് ദ ഷേപ്പ് ഓഫ് ദിസ് മോഡുലസ് ഫംഗ്ഷൻ ഈസ് ലൈക്ക് ദിസ്, ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സം ചേഞ്ചസ് ഇൻ ദ മോഡുലസ് ദ ഗ്രാഫ് മേ ബി ഷിഫ്റ്റഡ് അപ്പ് either towards y axis or towards minus y axis or towards positive x axis and
നെഗറ്റീവ് എക്സ് ആക്സിസ്. നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ ആണോ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൺ ആണോ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ ആണോ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൺ ആണോ നമുക്കറിയണം. അപ്പോൾ നമുക്കറിയാം ഇതൊരു മോഡുലസ് ഫംഗ്ഷനാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാ മോഡുലസ് ഫംഗ്ഷനാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്കറിയണം. ഈ സെയിം പ്രോബ്ലം നമ്മളുടെ തിയറി ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ എഫ് ഓഫ് എക്സ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ. അപ്പോൾ ഇതാണോ ഈ ഗ്രാഫ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എക്സിന് വി ഹാവ് ഗിവൺ ഡിഫറെൻറ്റ് വാല്യൂസ്. ഫസ്റ്റ് എക്സ് 0 കൊടുത്തു. വാട്ട് ഈസ് എഫ് ഓഫ് 0? മോഡുലസ് ഓഫ് 0 പ്ലസ് 1 1. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് മോഡുലസ് ടു 2. എക്സ് ഇസ് ഈക്വൽ ടു 2 കൊടുത്തു. വാട്ട് ഈസ് എഫ് ഓഫ് 2? മോഡുലസ് ഓഫ് 2 പ്ലസ് 1 ദാറ്റ് ഈസ് മോഡുലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. എക്സ് 3 കൊടുത്തു. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 3 പ്ലസ് 1 മോഡുലസ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 4 കിട്ടി. നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു -1. എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് -1 പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 0 ദാറ്റ്സ് ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു -2. വാട്ട് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു -2? എഫ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ -2 പ്ലസ് 1 ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് -1 1. When x is equal to -3, what is f of -3? That is modulus of -3 plus 1, that is modulus of -2, that's equal to 2. നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ വാട്ട് ഈസ് എ വാല്യൂ? എഫ് ഓഫ് 0 1 ആണ്. സോ എക്സ് 0 ആണെങ്കിൽ 1 കിട്ടി. 1 ആണെങ്കിലോ 2 കിട്ടി. 2 ആണെങ്കിൽ 3 കിട്ടി. 3 ആണെങ്കിൽ 4 കിട്ടി. ഇവിടം വരെ നമ്മളുടെ ഗ്രാഫായിട്ട് എന്താണ്? സെയിം ആണ്. നമ്മളുടെ ഗ്രാഫായിട്ട് ഏകദേശം സെയിം ആണ് അല്ലേ. അപ്പോൾ 1ൽ നിന്നാണ് 0ൽ 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കാം. -1ൽ എന്താ വാല്യൂ വന്നേക്കുന്നത്? -1ൽ നമുക്ക് വാല്യൂ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ -1ൽ -1 പ്ലസ് 1 0 ആണ് വാല്യൂ. -1ൽ 0. ഓക്കെ. ആൻഡ് -2ലോ 1 ആണ്. -3ൽ എന്താണ് വാല്യൂ കിട്ടിയേക്കുന്നത്? 2 ആണ്. സോ നമ്മളുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? കണ്ടോ, ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഗ്രാഫ്. അതായത് ആ ജോയിനിങ് പോയിന്റ് എന്ത് ചെയ്തു? -1ലോട്ട് എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ. സോ ഇതിലെ നമ്മളുടെ ഗ്രാഫ് എങ്ങനെയാണ്? ജോയിനിങ് പോയിന്റ് പോസിറ്റീവ് y ആക്സിസിലാണ്. പക്ഷേ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗ്രാഫ് ഷേപ്പ് ഈസ് ലൈക്ക് ദിസ്. മോഡുലസ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് പ്ലസ് 1 ആണ് ഉള്ളിൽ അല്ലേ. അപ്പോൾ എവിടേക്കാണ് ഷിഫ്റ്റ് ആയത് നോക്കൂ. അതായത് നെഗറ്റീവ് എക്സ് ആക്സിസിലോട്ട്, ദാറ്റ് മീൻസ് -1ലോട്ട് ഈ ഗ്രാഫ് എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മളുടെ ഗ്രാഫ് അതല്ല. സോ നെക്സ്റ്റ് വി ഗോ ത്രൂ അനദർ ഓപ്ഷൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് -1. ദ സെയിം പ്രൊസീജിയർ. എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. എക്സ് 0 ആണെങ്കിൽ വാട്ട് ഈസ് എഫ് ഓഫ് 0? മോഡുലസ് ഓഫ് 0 -1 ദാറ്റ് ഈസ് മോഡ് -1 1. എക്സ് 1 ആണെങ്കിൽ എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 -1 ദാറ്റ് ഈസ് മോഡ് 0 ദാറ്റ്സ് ഈക്വൽ ടു 0. എക്സ് 2 ആണെങ്കിൽ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡുലസ് ഓഫ് 2 -1 ദാറ്റ് ഈസ് മോഡ് 1 ദാറ്റ്സ് ഈക്വൽ ടു 1. എക്സ് 3 ആണെങ്കിൽ എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു മോഡ് 3 -1 ദാറ്റ് ഈസ് മോഡ് 2 ദാറ്റ്സ് ഈക്വൽ ടു 2. എക്സ് 4 ആണെങ്കിൽ മോഡ് 4 -1 ദാറ്റ് ഈസ് മോഡ് 3 ദാറ്റ്സ് ഈക്വൽ 3. ഇനി എക്സിന് -1 കൊടുക്കുക. എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഓഫ് -1 ദാറ്റ് ഈസ് മോഡ് 2 ദാറ്റ് ഈസ് ഈക്വൽ -2 ദാറ്റ്സ് ഈക്വൽ ടു 2. എഫ് ഓഫ് -2 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് -3 ദാറ്റ് ഈസ് 3. എഫ് ഓഫ് -3 കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് -4 മോഡ് -4 കൊടുക്കും മോഡുലസ് ഓഫ് -5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമ്മളുടെ ഈ ഗ്രാഫ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എക്സ് 0 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ? എക്സ് 0 ആണെങ്കിൽ അവർ വാല്യൂസ് 1. ക്ലിയർ ആയല്ലോ. എക്സ് 0 ആണെങ്കിൽ അവർ വാല്യൂസ് 1. എക്സ് 1 ആണെങ്കിൽ 0. അപ്പോൾ ഈ ഒറിജിൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? 1ലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇനി 2 ആണെങ്കിൽ 1, 3 ആണെങ്കിൽ 2, 4 ആണെങ്കിൽ 3. അഗെയിൻ -1 ആണെങ്കിൽ 2, -2 ആണെങ്കിൽ 3, -3 ആണെങ്കിൽ 4. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി ഷേപ്പ് തന്നെയാണ്, സെയിം ആണ്, സെയിം ആസ് മോഡുലസ് എക്സ്. ബട്ട് ദാറ്റ് മീൻസ് ഓ ഫംഗ്ഷൻ ഈസ് മോഡ് എക്സ് -1. അപ്പോൾ എന്ത് ചെയ്തു? നമ്മളുടെ ഈ എന്താ പറയുക, ഈ ഗ്രാഫ് എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലോട്ട്, അതായത് പോസിറ്റീവ് എക്സ് ആക്സിസിലോട്ട്, അതായത് +1ലോട്ട് അതിൻ്റെ ജോയിനിങ് പോയിന്റ് അല്ലേ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ. അതായത് ഗ്രാഫ് 0ൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, 1ലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഗ്രാഫ് ഇതല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക്
ഈ ഓരോ ഗ്രാഫ് പരിചയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് വെൻ അവർ ഫംഗ്ഷൻ ഈസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ അവർ ഗ്രാഫ് ഈസ് സെയിം ബട്ട് അവർ ജോയിൻ ഒറിജിൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? ഒറിജിൻ ഈസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് നെഗറ്റീവ് എക്സ് ആക്സിസ്, അതായത് -1 ഷിഫ്റ്റ് ചെയ്തു. ഇനി മോഡ് എക്സ് പ്ലസ് ടു ആണെങ്കിലോ, എക്സ് പ്ലസ് ടു ആണെങ്കിൽ നമ്മളുടെ ഈ ജോയിനിങ് ചെയിൻ ഈ ഒറിജിൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? -2 ഷിഫ്റ്റ് ചെയ്യും. എക്സ് പ്ലസ് ത്രീ ആണെങ്കിലോ -3 ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരൊറ്റ ഗ്രാഫ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി മോഡ് എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രാഫ് ഈസ് സെയിം ബട്ട് ദ ഒറിജിൻ ഈസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് എ പോസിറ്റീവ് ആക്സിസ്. അതെ, മോഡുലസിൻ്റെ ഉള്ളിൽ മൈനസ് ആണെങ്കിൽ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? പോസിറ്റീവ് എക്സ് ആക്സിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്? 1 ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഒറിജിൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? 1 ഷിഫ്റ്റ് ചെയ്തു. ക്ലിയർ? അതായത് ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ 0 ആവുന്ന എപ്പോഴാണ്? 1 വെച്ചിട്ടാണ്. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ എന്ന് പറഞ്ഞ കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആവുന്നത് എപ്പോഴാണ്? -1. ഇനി മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ആണെങ്കിൽ അഗെയിൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? എഫ് ഓഫ് എക്സ് 0 ആവുന്നത് 2 ക്ലിയർ ആയല്ലോ? മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 ആണെങ്കിൽ 3 ഷിഫ്റ്റ് ചെയ്യും. എഫ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? 3 ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? സോ നെക്സ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൺ. ഇനി മോഡ് എക്സ് പ്ലസ് വൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്? അതായത് നമ്മളിപ്പോൾ 2 ഫംഗ്ഷൻ പഠിച്ചു, മോഡ് എക്സ് മൈനസ് വണ്ണും മോഡ് എക്സ് പ്ലസ് വണ്ണും. അതിൽ നിന്നൊരു കാര്യം നമുക്ക് ക്ലിയർ ആയി. അതായത് നമ്മളുടെ അതിൽ കൊടുത്ത ചേഞ്ച് എന്ന് പറഞ്ഞാൽ മോഡുലസിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ആ ചേഞ്ച് കൊടുത്തത് അല്ലേ? അതായത് മോഡുലസിൻ്റെ ഉള്ളിൽ തന്നെയാണ് എക്സിനാണ് ചേഞ്ച് വന്നതെങ്കിൽ, മോഡുലസിൻ്റെ ഉള്ളിൽ എക്സിനാണ് ചേഞ്ച് വന്നതെങ്കിൽ അപ്പോൾ നമ്മളുടെ ഗ്രാഫ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. Depending upon positive value and negative value inside this modulus, it may be shifted. പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും നെഗറ്റീവ് എക്സ് ആക്സിസിലോട്ടും, നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും പോസിറ്റീവ് എക്സ് ആക്സിലോട്ടും. അതിൻ്റെ എന്ത് ചെയ്യും? എഫ് ഓഫ് 0, അതായത് 0 ആവുന്ന ആ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളുടെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൺ. സെയിം പ്രൊസീജിയർ ചെയ്യുക. എക്സ് ഇസ് ഈക്വൽ ടു 0 വാല്യൂ കൊടുത്തു. എഫ് ഓഫ് 0 0 പ്ലസ് 1 1. എക്സ് 1 കൊടുത്തു. മോഡുലസ് ഓഫ് 1 പ്ലസ് 1 2 കിട്ടി. 2 കൊടുത്തു. മോഡുലസ് ഓഫ് 2 പ്ലസ് 1 3 കിട്ടി. 3 കൊടുത്തു. മോഡുലസ് ഓഫ് 3 പ്ലസ് 1 4. ഇനി നെഗറ്റീവ് വാല്യൂസ് കൊടുത്ത് എക്സ് മൈനസ് 1 ആണെങ്കിൽ എഫ് ഓഫ് മോഡുലസ് ഓഫ് -1 പ്ലസ് 1 2. മോഡുലസ് ഓഫ് -2 പ്ലസ് 1 3. എക്സ് -3 ആണ് മോഡുലസ് ഓഫ് -3 പ്ലസ് 1 4. സോ നമ്മളുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ്. എക്സ് 0 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ? ദാറ്റ് ഈസ് എക്സ് 0 ആണെങ്കിൽ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി എക്സ് 1 എന്ന് പറയുന്ന വാല്യൂ എവിടെ ആയിരിക്കും? എക്സ് 1 ആകുമ്പോൾ എഫ് ഓഫ് 1 എന്തായിരിക്കും? 2 ആയിരിക്കും. 2 ആണെങ്കിൽ 3 ആയിരിക്കും. 3 ആണെങ്കിൽ 4 ആയിരിക്കും. 4 ആണെങ്കിൽ 5 ആയിരിക്കും. ഇനി -1 ആണെങ്കിലോ 2 ആയിരിക്കും. എക്സ് ഓഫ് -2 ആണെങ്കിലോ 3 4. സോ അവർ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. Clear ആയല്ലോ? So from this we can see that what is our f of 0? f of 0 എന്ന് പറയുന്നത് എന്താണ്? Here of f of 0, when x is equal to 0, what is our value? That is f of 0 that's equal to 1. So it is shifted upwards. അല്ലേ? ആ രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? പോസിറ്റീവ് വൈ ആക്സിസിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്? +1 ഷിഫ്റ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? സോ ദിസ് ഈസ് അവർ ആൻസർ. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1. അതായത് മോഡ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡ് എക്സിൻ്റെ നമ്മളുടെ ഗ്രാഫ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് മോഡ് എക്സിൻ്റെ ഗ്രാഫ് എന്ന്. അതായത് ഒറിജിനിലാണ് എന്ത് ചെയ്യുന്നത്? എഫ് ഓഫ് 0 വരുന്നത് ഒറിജിനിലാണ്. ബട്ട് ഹിയർ എഫ് ഓഫ് 0 എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? എഫ് ഓഫ് 0 +1 ആയ കാരണം എന്ത് ചെയ്തു? +1 ഷിഫ്റ്റ് ചെയ്തു. 0 ആയിരുന്നു 1 ഷിഫ്റ്റ് ചെയ്തു. ഇനി എഫ് ഓഫ് മോഡ്, ഇനി സപ്പോസ് അവർ ഫംഗ്ഷൻ ഇസ് മോഡ് എക്സ് പ്ലസ് 3, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 0 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് 3 ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? സോ ദിസ് ഈസ് അവർ ആൻസർ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടിയും ഇതിൻ്റെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യും. അവർ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 1. മോഡ് എക്സ് മൈനസ് 1 ആണെങ്കിൽ വി ആർ ഗിവിംഗ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എക്സ്. ദെൻ എഫ് ഓഫ് 0 -1. എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എഫ് ഓഫ് 1 എന്തായി? 0 ആയി. എക്സ് ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എഫ് ഓഫ് 2 1 ആയി. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തു. നമ്മൾ ഇനി ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അവർ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്.
That means x is equal to 0 ആണെങ്കിൽ what is our value? f of 0 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇനി x 1 ആണെങ്കിലോ x 1 ആണെങ്കിൽ 0, x 2 ആണെങ്കിൽ എന്തായിരിക്കും 1, x 2 ആണെങ്കിൽ 1, 3 ആണെങ്കിൽ 2, and f of -1 ആണെങ്കിൽ 0, and again f of -2 ആണെങ്കിൽ എന്തായിരിക്കും -2ന് 1, -3. So എന്തായി എഫ് ഓഫ് 0 എന്ന് പറയുന്ന വാല്യൂ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. എഫ് ഓഫ് 0 is equal to -1 ഷിഫ്റ്റ് ചെയ്തു അല്ലേ. എഫ് ഓഫ് 0 അല്ലേ, എഫ് ഓഫ് 0 എന്ന് പറയുന്ന വാല്യൂ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 വാട്ട് ഈസ് എഫ് ഓഫ് 0? ദാറ്റ് ഈസ് -1 ജോയിൻ ചെയ്യുന്ന പോയിന്റ് എന്ത് ചെയ്തു? -1 ഷിഫ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഫ്രം ദിസ് വി ക്യാൻ ക്ലിയർ ദാറ്റ് നമ്മളുടെ മോഡുലസ് ഫംഗ്ഷൻ എങ്ങനെയാണ്? മോഡുലസ് ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്? 0 മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇഫ് സപ്പോസ് അവർ ഫംഗ്ഷൻ മോഡ് എക്സ് -1 ആണെങ്കിൽ എന്ത് ചെയ്തു? ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതായത് ക്രോസ് എഫ് ഓഫ് 0 എന്ന് പറയുന്ന പോയിന്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? -1 ഷിഫ്റ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ. ഇനി എഫ് ഓഫ് ഇഫ് അവർ ഫംഗ്ഷൻ ഇസ് മോഡുലസ് എക്സ് -3 അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. എഫ് ഓഫ് 0 എന്ന് പറയുന്ന പോയിന്റ് -3 ഷിഫ്റ്റ് ചെയ്യും. സോ the shape of the graph is same depending upon the modulus function given. The point may be shifted either towards positive y-axis, negative y-axis, either on positive x-axis and negative x-axis. Clear? Next, March 2020 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ജസ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് വി ഹാവ് ഗിവൺ 4 ഗ്രാഫ്. ഫസ്റ്റ് ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ബി എന്ന് പറയുന്ന ഗ്രാഫ് തന്നിട്ടുണ്ട്, സി എന്ന് പറയുന്ന ഗ്രാഫ് തന്നിട്ട് ഡി എന്ന് പറയുന്ന ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമുക്കതിൻ്റെ എന്താണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് 1/x ആണോ, എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണോ, എഫ് ഓഫ് എക്സ് എക്സ് ആണോ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1, 0, -1 എന്ന് പറയുന്നത് ഇതാണോ എന്ന് നമുക്ക് ഇതിലേതാണ് ഗ്രാഫ് എന്ന് മാച്ച് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സം ഫങ്ഷൻസ് ആൻഡ് ദെയർ ഗ്രാഫ് എന്നതിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക, ആ ഒരു തിയറി ക്ലാസ് നന്നായി കേൾക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ദിസ് ഈസ് എന്താണ് ക്യൂബിക് പോളിനോമിയലിൻ്റെ ഗ്രാഫാണ്. ദ ഷേപ്പ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂബിക് പോളിനോമിയലിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. സോ വാട്ട് ഈസ് ഓർ എഫ് ഓഫ് എക്സ്? ദാറ്റ് ഈസ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ വേർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്, എസ് ഈസ് എ റിയൽ നമ്പർ. സോ ഫ്രം ദിസ് എ എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? ലൈക്ക് ദിസ്. സോ എ ഈസ് ഈക്വൽ ടു ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ. ക്ലിയർ ആയല്ലോ. ഗ്രാഫിൻ്റെ ഷേപ്പ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാം. ഇനി വാട്ട് ഈസ് ദിസ് ഫംഗ്ഷൻ? സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇങ്ങനെ. ദാറ്റ് മീൻസ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ഓർ വാല്യൂ 0, വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0ൽ ഓർ വാല്യൂ ഇസ് 1, ആൻഡ് എക്സ് ലെസ് ദാൻ 0ൽ ഓർ വാല്യൂ ദിസ് ഈസ് 1, ദിസ് ഈസ് -1. ക്ലിയർ ആയല്ലോ. സോ ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് ദ സിഗ്നം ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് സിഗ്നം ഫംഗ്ഷൻ എന്ന് അറിയണം. സോ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ 1 ആയിരിക്കും വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0, 0 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, -1 എക്സ് ലെസ് ദാൻ 0. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ദ സിഗ്നം ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ. ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് സിഗ്നം ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആൻഡ് സം ഫങ്ഷൻ ആൻഡ് ദെയർ ഗ്രാഫാണ്. ആ ഒരു ടോപ്പിക്ക് നന്നായി പഠിച്ചു പോയി കഴിഞ്ഞാൽ വി ക്യാൻ സ്കോർ അറൗണ്ട് ഫുൾ മാർക്ക് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഗ്രാഫാണ്. നമുക്കറിയാം ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? ഇറ്റ്സ് എൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് അല്ലേ. സോ വാട്ട് ഈസ് എൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓർ വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഗ്രാഫാണ്. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ദിസ് ഫംഗ്ഷൻ, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ. ദാറ്റ് മീൻസ് എക്സ് 0 ആകുമ്പോൾ 0, 1 ആണ് 1, 2 ആണെങ്കിൽ 2, -1 ആണെങ്കിൽ 1. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദിസ് ഗ്രാഫ്? യു നോ വാട്ട് ഈസ് ദിസ് ദ ഷേപ്പ് ഓഫ് ദി ഗ്രാഫ്? നമുക്കറിയാം. സോ ഈ വൈയുടെ വാല്യൂ എന്ത്? എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ കുറഞ്ഞു വരാണ് അല്ലേ. സോ ദിസ് ഈസ് ആൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് എ എന്താണ് റിയൽ ഫംഗ്ഷൻ ഓഫ് ടൈപ്പ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. സോ വാട്ട് ഈസ് ദിസ്? സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ദിസ്. സോ
our first one is a cubic function, that is here f of x is equal to x cube. And what is this? This is a signum function. F of x is equal to 1 for x greater than 0, 0 when x is equal to 0, minus 1 x less than 0. So this is a signum function. What is this function? This is an identity function. Function, that is y is equal to f of x is equal to x. So what is this function? From this we can clear that the value y യുടെ value എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരാണ് when x is equal to, when x increases. So it is a real function, that is f of x is equal to 1 by x. Okay, so this is also known as inverse function. Clear? So this is ഇനി ഇതിൽ വേറൊരു ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ്. നമ്മൾ മോഡ് എക്സിൻ്റെ ഗ്രാഫും പറഞ്ഞു അല്ലേ? മോഡ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ദ ഗ്രാഫ് ഓഫ് മോഡ് എക്സ് ഇസ് ലൈക്ക് ദിസ്. ക്ലിയർ ആയല്ലോ? ഹിയർ നമ്മളുടെ ഒറിജിൻ, അതായത് എഫ് ഓഫ് സീറോ എന്ന് പറയുക, എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് എഫ് ഓഫ് 0 എന്താവുന്നത്? വൈയുടെ വാല്യൂ 0 ആവുന്നത്. Clear ആയല്ലോ? So this is the graph. So this is very important topic in this chapter, that is relations and functions. അതിൻ്റെ ഗ്രാഫും അതിൻ്റെ എന്താ പറയുക സം ഫങ്ഷൻസ് ആൻഡ് ദെയർ ഗ്രാഫ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ പഠിക്കാത്ത കുട്ടികൾ അതിൻ്റെ തിയറി ക്ലാസ് നന്നായി കേൾക്കുക. ആ തിയറി ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ വി ക്യാൻ ഈസിലി, ആ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്ക് പറയാം ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ. This is a graph of signum function. This is a graph of identity function. This is a graph of inverse function. So it's a very important topic. So you should study these topics very well. So this is all about our December 2020 and March 2020 question paper. So in the next class we will discuss one more question paper. So shall I wind up this class? So if you like this video, please subscribe and share to your friends also. Thank you for watching. Bye.